അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നേ അവള് വീണ് കഴിഞ്ഞ അതിനൊരു ഉത്തരം കിട്ടും. ഹലോ, അങ്ങനെ മഹാലക്ഷ്മിയിൽ വീണ്ടും മുട്ടം പോരാണ്. മഹാലക്ഷ്മിയെ വിടാതെ പിന്തുടരുവാണ് നമ്മുടെ ഉണ്ണിയും ദുർഗാമ്മയും കൂടെ. അപ്പൊ ദുർഗാമ്മ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, എടി നീ ചീത്തപ്പേരെങ്ങാനും ആക്കോ ഞങ്ങൾക്ക്, നിന്റെ വയറ്റിൽ ആരുടെ കുഞ്ഞാടി, സത്യം പറയടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുഞ്ഞെള്ള് എന്ന രീതിയിലാട്ടോ നമ്മുടെ ദുർഗാമ്മയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ നിരപരാധിത്വം, എന്റെ ആ ഒരു വിശുദ്ധിയും എല്ലാ കാര്യങ്ങളൊക്കെ എനിക്ക് കണ്ണേട്ടനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി വയറ്റിൽ കുഞ്ഞുണ്ടെന്നോ ഇല്ലെന്നോ അതിനൊന്നും വാദിക്കുന്നില്ല. അവരാണെങ്കിൽ കുഞ്ഞുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് മൊത്തം. ലാസ്റ്റ് ദുർഗാമ്മ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഉണ്ണിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഉണ്ണി, നമുക്ക് എന്തായാലും ഈ കുഞ്ഞുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചൊരു എന്താ പറയാ, ഉറച്ചൊരു ഉത്തരം നമുക്ക് കിട്ടണം. അതിനു വേണ്ടി ഞാനൊരു സംഭവം നടത്തുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഇറങ്ങി വരുന്ന സ്റ്റെപ്പില് എണ്ണ ഇങ്ങനെ തടകി വെക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ചു വെക്കുന്നില്ല, ഒഴിക്കുമ്പോഴാണല്ലോ എല്ലാവരും അറിയുന്നത്. തടകി എല്ലാ സ്റ്റെപ്പിലും വെക്കുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും മഹാലക്ഷ്മി പടപടോ എന്ന് പറഞ്ഞ് ആ സ്റ്റെപ്പിൽ ഇങ്ങനെ വീഴുന്ന നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ദുർഗാമ്മ സന്തോഷം നിൽക്കുന്നുണ്ട്. ഇന്നിപ്പൊ ഇനി രണ്ടിലൊന്ന് ഇന്നറിയാം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മിയുടെ കുഞ്ഞിന്റെ കാര്യം എന്തായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ട കാര്യം, അല്ലെ? കാത്തിരുന്നതിനെ കാണട്ടെ. അപ്പോഴത്തെ ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.